അൻവറിനെ യു ഡി എഫിൽ എടുക്കുകയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. കാരണം ഇത്രയും നാളും ഹൈക്കമാൻഡോ കേരളത്തിലെ യു ഡി എഫ് ഘടകമോ അങ്ങനൊരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. അൻവർ സഹകരിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അൻവറിനെ യു ഡി എഫിൽ എടുക്കാമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുധാകരൻ പറയുന്നത് അൻവറിനെ ഞങ്ങൾ ചേർക്കും, അത് ഒരു തന്ത്രം മാത്രമാണ്. ഇലക്ഷൻ വരെ ഇങ്ങനെ അൻവറിനെ കൊണ്ട് നടക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. ഇപ്പം മുസ്ലിം ലീഗ് പറഞ്ഞ് കുഴപ്പമില്ല അൻവർ വരുന്നത്, അതും ഈ പറഞ്ഞ മാതിരി തട്ടിപ്പാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അൻവറിനെ ഒറ്റപ്പെടുത്തുക എന്നത് അവസാനമുണ്ടാകും. അതാണ് നടക്കാൻ പോകുന്നത്. അൻവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ചാൽ അൻവർ ജയിക്കുകയില്ല. ഒരുപക്ഷെ അവിടെ യു ഡി എഫ് ജയിക്കാൻ യു ഡി എഫുകാർ ബി ജെ പിയെ കൂട്ടി ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥമായ വിലയിരുത്തൽ. അപ്പോൾ ഒരിക്കലും അൻവറിനെ യു ഡി എഫിൽ എടുക്കുകയില്ല, അത് നിശ്ചയമാണ്. ഇടതുപക്ഷം സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ബി ജെ പി യു ഡി എഫിനെ ജയിപ്പിക്കും, വോട്ട് മറിക്കും. കാര്യം ബി ജെ പിക്ക് അവിടെ വോട്ടൊന്നും അവിടെ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. വളരെ വ്യക്തമായ കാര്യമാണ് ഇനിയിപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അൻവർക്ക് ബോധ്യമായി എടുക്കുകയില്ല എന്നുള്ളത് അൻവർ ഇപ്പം മനസ്സിലാക്കിയിരിക്കുകയാണ്. അൻവർ തന്നെ പറയുന്നുണ്ട്, കുറച്ച് കാലം ആയിട്ട് പറയാമെന്നും പറഞ്ഞ് അൻവറിനെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാവും ഒരിക്കലും അൻവറിനെ യു ഡി എഫിൽ എടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അൻവർ അവിടെ പരാജയപ്പെടും, ഒറ്റപ്പെടും, ഒന്നുമില്ലാതെയാകും. ഇതാണ് വരാൻ പോകുന്നത്. ഇടതുപക്ഷത്തിന് ഏതായാലും അൻവറിനെ വേണ്ട. പിന്നെ ഇനി അൻവർ എന്താണ് ചെയ്യുക? അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇനി അവിടെ എത്ര വോട്ട് ലഭിക്കും എന്നൊന്നും പറയാനൊക്കത്തില്ല. കാര്യം അൻവർ വോട്ടൊന്നും വലുതായിട്ട് അവിടെ കിട്ടത്തൊന്നുമില്ല. അപ്പോൾ അൻവർ വെളിയിൽ തന്നെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.